നിങ്ങളുടെ IRP കാർഡ് റിന്യൂ ചെയ്യാൻ സമയമായിട്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ 12 വീക്സ് എടുക്കുന്നുണ്ട് അതിൻ്റെ റിന്യൂവൽ ടൈം. IRP കാർഡ് റിന്യൂവലിൻ്റെ ഫീസ് €300 തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാമ്പിനും. എന്തൊക്കെയാണ് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് നമ്മൾ നേരത്തെ നോക്കി അത് അതിൻ്റേതായ ഫോർമാറ്റിലാക്കി വെച്ചിട്ട് ഓൺലൈൻ പോർട്ടലിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് IRP റിന്യൂവൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ലാപ്ടോപ്പിൽ നമുക്ക് IRP റിന്യൂവൽ അയർലൻഡിൽ നിന്ന് അടിക്കുക. അപ്പോൾ ഈ സൈറ്റ് ഓപ്പണായി വരും. റിന്യൂവിങ് യുവർ രജിസ്ട്രേഷൻ പെർമിഷൻ എന്ന് പറഞ്ഞിട്ട് ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറിയുടെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് അവരുടെ ഹോം പേജ്. ഫസ്റ്റ് തന്നെ നമുക്ക് റിന്യൂവിങ് യുവർ രജിസ്ട്രേഷൻ പെർമിഷൻ യു ആർ ലിവിങ് ഇൻ ദ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്നും പറഞ്ഞ ഈ പേജാണ് വരുന്നത്. ഇതിനകത്ത് സെക്ഷനായിട്ട് കറന്റ് പ്രോസസ്സിംഗ് ടൈം അറിയണമെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ എന്ന് മുതൽ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത്, എംപ്ലോയ്മെന്റ് കൺസേൺസ്, സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ട്. ഇതിനകത്ത് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് 10 വീക്സ് എങ്കിലും ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് എടുക്കുന്നുണ്ട് നമുക്ക് കാർഡ് കിട്ടാൻ വേണ്ടിയെന്ന്. അതുപോലെ തന്നെ റിന്യൂ ചെയ്യാൻ വേണ്ടി അപ് ടു 12 വീക്സ് പ്രയർ ടു ദ എക്സ്പയറി ഡേറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും നേരത്തെ മുതൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് റിന്യൂ ചെയ്യാനുള്ള പോർട്ടൽ സബ്മിറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ അതാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ, സെറ്റപ്പ് ഓർ ലോഗിൻ ടു യുവർ ഓൺലൈൻ അക്കൗണ്ട് ഹിയർ. ആ ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐറിഷ് ഇമിഗ്രേഷൻ സർവീസ് ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ലോഗിൻ ചെയ്യാനുള്ള, നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനുള്ള ഇത് വരും. അതിനകത്ത് നമ്മുടെ ഇമെയിൽ ID പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് കൊടുത്തിട്ട് നമ്മൾ വെരിഫൈ കോഡ് ഞെക്കുക. വെൽക്കം ടു ISD ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് വരും. ഇതിൻ്റെ അകത്ത് ഓപ്ഷനിൽ താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ രജിസ്ട്രേഷൻ IRP കാർഡ് റിന്യൂവൽ ഇൻക്ലൂഡിങ് ടെമ്പററി പ്രൊട്ടക്ഷൻ അതാണ് നമ്മൾക്ക് എടുക്കേണ്ടത്. അത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ബിഗിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് എടുക്കുക. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഈ ഡിക്ലറേഷൻ ഫോം ഇത് ഫുൾ റീഡ് ചെയ്തിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക. കൺഫേം ചെയ്ത് ടിക്ക് കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് പോവുക. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകും. അടുത്തൊരു പ്രൈവസി നോട്ടീസാണ്. ഈ പ്രൈവസി നോട്ടീസ് നമ്മൾ നന്നായിട്ട് റീഡ് ചെയ്തതിന് ശേഷം അവസാനം ടിക്ക് ചെയ്ത് എഗ്രി ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്. അത് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് നെക്സ്റ്റിലേക്ക് പോവാം. ഇനി വരുന്നത് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ്. അതിനകത്ത് നമ്മുടെ IRP കാർഡിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, എക്സ്പയറി ഡേറ്റ് അതെല്ലാം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിമും സർനെയിമും, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം കൊടുക്കുക. അതെല്ലാം മാൻഡേറ്ററി ആണ്. ഈ ഇമിഗ്രേഷൻ ID അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ അത് രണ്ടും അത് മാൻഡേറ്ററി അല്ല. അത് കൊടുത്തില്ല എന്നോർത്ത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ നാഷണാലിറ്റിയും പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും, പാസ്പോർട്ട് നമ്പർ, ഇഷ്യൂ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, പ്രീവിയസ്ലി ഈ സെയിം പാസ്പോർട്ട് IRP കാർഡിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഓപ്ഷനാണ് പെർമിഷൻ ടൈപ്പ് ഫോർ ദ റിന്യൂവൽ. അതിനകത്ത് നമ്മുടെ ഈ സ്റ്റാമ്പ് ഏതാണോ വേണ്ടത് ആ സ്റ്റാമ്പ് സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ സബ് കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. സബ് കാറ്റഗറി മീൻസ് ക്രിട്ടിക്കൽ സ്കിൽ വെച്ചാണോ നമ്മൾ IRP റിന്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി IRP കാർഡ് ഉണ്ട് വീണ്ടും നമ്മൾ സ്റ്റാമ്പ് 4ന് റിന്യൂ ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിച്ച് ഏത് സ്റ്റാമ്പാണോ അതനുസരിച്ചുള്ള സബ് കാറ്റഗറി വരും. അവസാനമായിട്ട് നമ്മുടെ പെർമിഷൻ നമ്മുടെ ഫാമിലി മെമ്പറിനെ ഡിപ്പെൻഡ് ചെയ്താണോ ഇരിക്കുന്നതെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതും കൂടി ആൻസർ ചെയ്തിട്ട് സേവ് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. അടുത്തായിട്ട് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്ലോഡ് യുവർ സിഗ്നേച്ചർ ഇമേജ് എന്നാണ് ആദ്യത്തേത്. അപ്പോൾ നമ്മുടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഇങ്കിൽ സിഗ്നേച്ചർ ഹോറിസോണ്ടലി ഇട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടിൻ്റെ കോപ്പി, ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ് ഉണ്ടല്ലോ അത് കൊടുക്കുക. 2 പേജുള്ള ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ അത് മെർജ് ചെയ്തിട്ട് അവർ കൊടുത്തേക്കുന്ന ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. PDF or JPG ഫയൽസ്, അതുപോലെ തന്നെ 2 പേജസ് മെർജ് ചെയ്ത് വേണം. അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. പാസ്പോർട്ടും IRP കാർഡും സിഗ്നേച്ചറും ഡ്രോപ്പിംഗ് സെക്ഷൻ ഉണ്ട്. അതിനുശേഷം താഴെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നിടത്ത് അവർ റിക്വയർഡ് ഡോക്യുമെന്റിൽ ഇപ്പോൾ കൊടുത്തേക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഈ പേജിൽ തന്നെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് റെഫറൻസ് ഗൈഡ് എന്നും പറഞ്ഞൊരു ലിങ്ക് കിടക്കേണ്ടത്. അത് നമ്മുടെ ഈ സ്റ്റാമ്പിന് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് കറക്റ്റായിട്ട് ഓരോ സ്റ്റാമ്പിനും ഏതൊക്കെയാണ് വേണ്ടതെന്ന് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ നോക്കി കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ലിങ്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് എല്ലാ സ്റ്റാമ്പിൻ്റെയും റിക്വയർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. തിരിച്ച് നമ്മൾ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ പേജിലേക്ക് വന്നു. അതും എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. എല്ലാം
കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സബ്മിറ്റ് ഫോറം കൊടുക്കുക. ലാസ്റ്റ് ഒരു ഡിക്ലറേഷനും കൂടിയുണ്ട്. അത് കൊടുത്തു കഴിയുമ്പം നമുക്ക് ഫീസ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്കാണ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാമ്പിനും 300 euro തന്നെയാണ് വരുന്നത്. ബില്ലിംഗ് അഡ്രസ്സും ഡീറ്റെയിൽസും കറക്റ്റായി കൊടുത്തിട്ട് പേ ആൻഡ് സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകും. ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ നമുക്ക് കാണണമെങ്കിൽ മൈ ഫോംസിൽ പോയിട്ട് സബ്മിറ്റഡിൽ കിടക്കണ്ടാവും നമ്മുടെ ഫോംസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.